ഇപ്പൊ സിനിമ ഒരു അഭിനേത്രി ആയില്ലായിരുന്നെങ്കിൽ എന്തൊരു ജോലിയായിരിക്കും നിത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഏതോ വീട്ടിൽ ആരുടെയോ അടുക്കള പണി ഉണ്ടാവും, അത്രേ ഉള്ളൂ. വലിയ വലിയ സാധാരണ ഒരു ഹോം മേക്കർ ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൂ. കുഞ്ഞിലെ മുതൽ അങ്ങനെ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ, വലിയ സിനിമ സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഒരു സാധിച്ചു. വേറെ അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പള്ളിമണി ആണല്ലോ റീസെന്റ് സിനിമ. അതിനുശേഷം ഇനി ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, വരാൻ പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ കമ്മിറ്റ്, അതൊരു നല്ല ഒരു തുടക്കമാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ആദ്യം നിത്യ പറഞ്ഞിരുന്നു തുടക്കത്തിലെ കുറച്ച് ചൂസി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ചൂസ് ചെയ്ത് സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. ആ ഒരു ഇത് ഇപ്പൊ തീർക്കാൻ പോവാണല്ലേ? ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമില്ല. അന്ന് പ്രായം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ പ്രായം അങ്ങനെ അല്ലല്ലോ. അപ്പം അങ്ങനെയല്ല, നല്ല ക്യാരക്ടറൊക്കെ വന്നാൽ ചെയ്യും. എന്നാലും ചൂസ് ചെയ്യാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ചൂസ് ചെയ്യുന്നല്ല, നല്ല കഥാപാത്രങ്ങൾ. അന്നത്തെ പോലെ അന്ന് എന്താ പറയാ, നമ്മളൊരു നായികയായിട്ട് വന്നിട്ട് രണ്ടാമത്തെ സിനിമയില് ഒരു ക്യാരക്ടർ റോളാ ചെയ്തത്. അതെനിക്ക് അറിയില്ല, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ നായികയായിട്ട് തന്നെ ചെയ്യണം, അങ്ങനൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. നല്ല കഥാപാത്രങ്ങൾ. നിങ്ങളുടെ അവിടെ ജമ്മുവില് മലയാളം മൂവീസ് റിലീസ് ആവില്ലായിരിക്കും? ഇല്ല. അപ്പൊ ആ സമയത്ത് മിസ് ചെയ്തൊരു കാര്യം എന്താണ്? നമ്മുടെ സിനിമയാണോ? പാട്ടുകള് അതിനൊരു പോം വഴിയായിട്ട് എന്താണ് കണ്ടുപിടിച്ചു? എന്നിട്ട് യൂട്യൂബിൽ പാട്ട് വെക്കും, ഞാൻ അങ്ങോട്ട് കേൾക്കും. വീട്ടിലെല്ലാരും എന്നിട്ട് വഴക്ക് പറയും. അല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്കാണെങ്കിൽ ചെറിയ സൗണ്ടിൽ പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ല, കേൾക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കേൾക്കണം, അങ്ങനത്തെ. അപ്പൊ ഹസ്ബൻഡ് പറയും മലയാളം വേണ്ട, ഓൺലി പഞ്ചാബി അല്ലേ? പഞ്ചാബി നല്ല ഹിന്ദി കേൾക്കാം. ഹിന്ദി കേൾക്കാം. ശരി. അപ്പൊ എന്തായാലും നമുക്ക്, അതായത് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് നിത്യ എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിത്യക്ക് ചിലപ്പോ ഈ ഒരു ഗെയിമിൽ ജയിക്കാനും പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ ഒരു ആവേശം തന്നെ നമുക്കൊരു ഗെയിം കളിക്കാം. കപ്പുണ്ടോ? കപ്പല്ല, സമ്മാനമുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കുറെ സമ്മാനങ്ങളുണ്ട്. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാട്ടിന്റെ ബീജിയം നമ്മളിവിടെ പ്ലേ ചെയ്യും. ആ ബീജിയം കേട്ടിട്ട് പാട്ട് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും പാട്ടുകൾ കേൾക്കുന്ന ആളായോണ്ട് ചിലപ്പോൾ മനസ്സിലാവും പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ എന്ന്. പുതിയ പാട്ട് വേണ്ട, പഴയ പാട്ടായിരിക്കും, കുറച്ചൊരു പഴയ പാട്ടുകളൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ബീജിയം ശ്രദ്ധിച്ചോളൂ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ണിള് അല്ലേ? ഉറപ്പല്ലേ? ശരിയാണോ നോക്കാം അല്ലേ? ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. കോടമഞ്ഞിൻ താഴ്വരയിൽ. Brilliant girl. അങ്ങനെ 2 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ഉണ്ട്, നോക്കാം. മൂന്നാമത്തത്. ഇത് പാട്ടിന്റെ തുടക്കമല്ല, സെന്റർ എവിടെയാണ്? ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യും. എനിക്കറിയാം. എന്നാ അതിന്റെ തുടക്കം ഒന്ന് ഇട്ടാ പറയും. അതിന് ഈ പാട്ടിന്റെ തുടക്കം ഇട്ടാ ഞാൻ പറഞ്ഞുതരാം, പ്ലീസ്. അങ്ങനെ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടൊരു പാട്ട് പറയാൻ പറഞ്ഞു, അതൊരു ശരിയായ പരിപാടിയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റിന് തോപ്പിക്കണം. ലാലേട്ടന്റെ ഒരു സിനിമയാണ് പകലോളി. അതല്ല, ലാലേട്ടന്റെ സിനിമയാണെന്ന് ഉറപ്പാണ്. പ്ലീസ് ഒന്ന്. ലാലേട്ടൻ ഒരു മിലിറ്ററി ഓഫീസറാണ് ഈ പടത്തില്. പിൻഗാമി. പിന്നിലാവോ ചന്ദനമോ. അടിപൊളി. നോക്കാം. ഞാൻ പറഞ്ഞില്ലേ പകലോളി, ഞാൻ പറഞ്ഞു. അത് എപ്പോ? ഒരു മിനിറ്റ്, ഒന്ന് കട്ട് ചെയ്യൂ പ്ലീസ്. ഞാൻ പറഞ്ഞു പകലോളി, അങ്ങനെ ഞാൻ പാടി. ഇത് തെറ്റിച്ച് പിടിച്ചുകൊണ്ടേ എനിക്ക് പിൻഗാമി. പക്ഷെ എന്റെ അഭിനയം കണ്ടപ്പോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. പക്ഷെ ഈ പാട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നോട് എനിക്ക് തന്നെ പുച്ഛം തോന്നുന്നു. ഇനി അടുത്തത് നോക്കാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ. ക്ലൂ വേണ്ടെന്നാണ് നിത്യയുടെ മനസ്സിൽ, അതുകൊണ്ട് ചാടിക്കേറി പറഞ്ഞു. നമുക്ക് നോക്കാം.
ശരി, നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ഉണ്ടാവും, നോക്കാം. പാട്ടറിയാം, പക്ഷെ ഇങ്ങനൊക്കെ ടെടക്കടന്നൊക്കെ പോയാൽ എനിക്കൊന്നും പറ്റില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള മിണ്ടി പോകരുത്. ഞാൻ വേണമെങ്കിൽ 1-2 ക്ലൂ തരാം. അതൊരു അതായത് ദിലീപേട്ടന്റെ പടമാണ് ഇത്. പാട്ടൊക്കെ എനിക്കറിയാം, പക്ഷെ കുറച്ചും കൂടെ പ്രിയദർശൻ സാറ് വെട്ടം അതിലൊരു പാട്ടാണ്. എന്തായിരുന്നു? അയ്യോ, കിട്ടും കിട്ടും. അവന് തുമ്പത്ത് അതന്നെ അതന്നെ. അതന്നെ. എനിക്ക് മറന്നുപോയി. ഒരു പാട്ട് മൊത്തം തീർന്നു, എന്നിട്ട് ഫസ്റ്റ് വരെ കിട്ടിയിട്ട്. പക്ഷെ എനിക്ക് അതിങ്ങനെ പറയുമ്പോ എനിക്ക് വന്നോണ്ടിരിക്കണേ കാത്തിരുന്ന അതന്നെ വന്നോണ്ടിരിക്കുക. അപ്പൊ ആ പാട്ട് അങ്ങോട്ട് പോണില്ല. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, കളവാണിയാൻ കിളിയെ ഓർത്തില്ല, അകലേ. ശരി, അപ്പൊ അതാണ് നിത്യ കണ്ടുവെച്ച ആൻസർ. നമുക്ക് നോക്കാം. കൊല്ലും ഞാൻ അല്ലെങ്കിൽ. മഴത്തുള്ളികൾ ഞാൻ പറഞ്ഞ കറക്റ്റാ. പ്രിയദർശൻ സാർ പടം, ദിലീപേട്ടൻ പടം. ശരി, അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ തീർന്നിരിക്കുകയാണ്. 2 ഉത്തരം തെറ്റ് പറഞ്ഞു, അതുകൊണ്ട് ഒരു ചെറിയൊരു ശിക്ഷയും, പക്ഷെ ബാക്കിയെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനം. ആ ശുഭമുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. റെഡി?